ഉള്ള കാര്യം പറഞ്ഞില്ല, ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. One more movie from the Kannada Desham, starring the mascot Shivanna, the real star Upendra, and the untitled star Rajbir Shetty. Yes guys, ഒരു multi-star action fantasy devotional revenge drama. 45. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രാജ്ബീർ ഷെട്ടി ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ അതൊരു നായനെ ഇടിച്ച് തെറിപ്പിച്ച് കൊന്നു മൂപ്പർ അത് മൈൻഡ് ആക്കാണ്ട് പോകുമ്പോൾ ഒരു ലോറി ഇടിച്ച് പടമാവുന്നതും കാണിച്ചുകൊണ്ടാണ്. ബട്ട് ഗൈസ്, ആരും പേടിക്കണ്ട, ഇതൊക്കെ നമ്മുടെ ഷെട്ടി സാർ കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു. പക്ഷെ ആ സ്വപ്നം കണ്ട് ഉറക്കം ഞെട്ടി എഴുന്നേറ്റ ഷെട്ടിയാണ് പതിവ് പോലെ ആ ദിവസവും ബൈക്ക് എടുത്ത് ഓഫീസിൽ പോകുമ്പോഴതാ ആ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ അതേപോലെ നടക്കുന്നത്. അതായത് ആ സ്വപ്നത്തിലെ പോലെ മൂപ്പറുടെ ബൈക്കിന്റെ മുന്നിലേക്ക് ഒരു നായ് ചാടി മൂപ്പർ അതിനെ ഇടിച്ചു തെറിപ്പിച്ച് കൊന്നു കളയുന്നു. അതോടെ ഷെട്ടിയണ്ണൻ ആകെ പേടിച്ച് ആ സ്വപ്നത്തിലെ പോലെ ഇനി ആ ലോറി എങ്ങാനും വന്ന് ഇടിക്കുമോ എന്ന് വിചാരിച്ച് വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ച് എങ്ങനെയൊക്കെ ഓഫീസിൽ എത്തുകയാണ്. അങ്ങനെ ഓഫീസിൽ എത്തിയ ഷെട്ടിയണ്ണൻ അവിടെ പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ആ ഓഫീസിലേക്ക് 2 ഗുണ്ടകൾ വന്ന് ഷെട്ടിയണ്ണനെ വിളിച്ചു വരുത്തി മണ്ടക്കിട്ട് കീബോർഡായിട്ട് അടിച്ച് മൂപ്പരെ വാരി എടുത്ത് കിഡ്നാപ്പാക്കി എരുമപ്പാല് കറന്നുകൊണ്ടിരിക്കുന്ന മെയിൻ വില്ലന്റെ അടുത്ത് കൊണ്ടുപോവുകയാണ്. യെസ് ഗൈസ്, ദി റിയൽ സ്റ്റാർ ഉപേന്ദ്ര ഇൻട്രോ. ഇനി ഉപ്പണ്ണനെ പറ്റി പറയുകയാണെങ്കിൽ മൂപ്പര് ഭയങ്കര എസ്തെറ്റിക് ആയ ഒരു ഡോൺ ആണ്. എസ്തെറ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ മൂപ്പരുടെ കാറിലും ബൈക്കിലും എന്തിനേറെ പറയുന്നു ചെരുപ്പിന്റെ മേലെ വരെ തലയോട്ടി വെച്ചുകൊണ്ടുള്ള കരവിരുതുകളാണ്. പിന്നെ ഇയാളുടെ കയ്യിൽ CID മൂസയിലെ കാറ് പോലെ ഒരു ബൈക്കൊക്കെ ഉണ്ട്. ആ ബൈക്കിൽ ഒരു സ്വിച്ച് ഇട്ടാൽ 2 സൈഡിൽ നിന്നും മിഷൻ ഗണ്ണൊക്കെ വന്ന് തുരുതുരാന്ന് വെടിവെക്കും. ഇനി ഇയാളുടെ ഷൂട്ടിംഗ് സ്കില്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇടപ്പള്ളിയിലുള്ളവൻ ഇവൻ ആലുവയിൽ നിന്ന് വെടിവെച്ചിടും. അതായത് ആലുവയിൽ നിന്ന് വെടിവെച്ചാൽ ആ വെടിയുണ്ട കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒരു ഇളനീരും തുളഞ്ഞു പോയ ഒരു ഐസ്ക്രീമും തട്ടിത്തെറിപ്പിച്ച് സിഗരറ്റ് കത്തിക്കാൻ നിന്നൊരുത്തിന്റെ ലൈറ്ററും കെടുത്തി ഇടപ്പള്ളിയിലുള്ള ടാർഗറ്റിൽ പോയി അടിക്കും. അജാതി ഉന്നമാണ്. പിന്നെ ഉപ്പണ്ണന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മൂപ്പര് ആരെങ്കിലും കൊല്ലാൻ തീരുമാനിച്ചാൽ പിന്നെ ഒരു 45 ദിവസം കഴിഞ്ഞ് അവനെ കൊല്ലൂ. 45ാമത് നാൾ അങ്ങനെ മൊത്തത്തിൽ ഒരു സൈക്കോഡോണാണ് നമ്മുടെ ഉപ്പണ്ണൻ. ഇതിൽ ഒരു പ്രത്യേക ജീവിതല്ലേ. അപ്പൊ ഈ ഉപ്പണ്ണൻ നമ്മുടെ ഷെട്ടിയെ കിഡ്നാപ്പ് ആക്കി കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ചാൽ നേരത്തെ ഷെട്ടിയണ്ണൻ ബൈക്ക് കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ച് കൊന്ന നായില്ലേ, ആ നായി ഉപേന്ദ്രന്റെ നായായിരുന്നു. സോ അതിന് പകരം ചോദിക്കാൻ വേണ്ടിയാണ് ഉപ്പണ്ണൻ ഇവനെ കിഡ്നാപ്പ് ആക്കി കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഈ ഉപ്പണ്ണൻ ആ നായിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇയാളെ നായിന്റെ ഒപ്പം ഇരുന്നുകൊണ്ടായിരുന്നു ബ്രീത്തിങ് വർക്കൗട്ട് വരെ ചെയ്തിരുന്നത്. മാത്രമല്ല ഇടയ്ക്ക് ആ നായിന്റെ കൂടെ സുംബ ഡാൻസ് വരെ കളിക്കും. സോ അതുകൊണ്ടൊക്കെ തന്നെ ആ നായ് ചത്തതിൽ ഉപേന്ദ്രൻ ഭയങ്കര ദുഃഖിതനാണ്. ആൻഡ് ഇയാളുടെ ഈ വിഷമം കണ്ടത് നമ്മുടെ ഷെട്ടി പറയും, ഒരു നായ് തട്ടിപ്പോയി ഇത്രമാത്രം ഫീൽ ആവാൻ എന്തിരിക്കുന്നതെന്ന്. അത് കേട്ടതും ആകെ ദേഷ്യം വന്ന് ഉപേന്ദ്രൻ പറയും, അത് നായില്ല, എന്നോട് തായിടാ. യെസ്, അക്ഷരം തെറ്റാതെ വിളിക്കാം നായിന്റെ മോനെ എന്ന്. നായില്ല, എൻ തായ്. സോ അങ്ങനെ ആകെ ദേഷ്യം വന്ന ഉപ്പണ്ണൻ ഒരു പോത്തിന്റെ പുറത്ത് ഒരു കാലിനെ പോലെ കേറിയിരുന്ന് എന്റെ നായനെ കൊന്നതിന് പകരമായി ഞാൻ നിന്നെ 45 ദിവസം കഴിഞ്ഞ വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞ് ആ ഷെട്ടി അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. മാത്രമല്ല അന്ന് രാത്രി തന്നെ ഉപ്പണ്ണൻ ഷെട്ടിയുടെ വീട്ടിൽ ചെന്ന് തന്റെ നായനെ ഇടിച്ചു തെറിപ്പിച്ച ബൈക്ക് കത്തിച്ച് കളയുകയാണ്. അതോടുകൂടി ആകെ പേടിച്ച നമ്മുടെ ഷെട്ടി സാറ് ഈ കാര്യം നേരെ പോയി അവന്റെ കാമുകിയുടെ അടുത്ത് പറയും, ഉപേന്ദ്ര എന്നെ 45 ദിവസം കഴിഞ്ഞ കൊന്നു കളയുമെന്നൊക്കെ. അത് കേട്ടതും അവന്റെ കാമുകി പറയും, 45 ദിവസം കഴിഞ്ഞാലല്ലേ നിന്നെ കൊല്ലുകയുള്ളൂ. സോ ആ 45 ദിവസം തീരണതിന് മുന്നേ നമുക്ക് ഉപേന്ദ്രനെ കൊല്ലാമെന്ന്. സോ ഗൈസ്, അങ്ങനെ ഇവര് 2 പേരും കൂടി ഉപ്പണ്ണനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കാൻ ഒരു വൻ ഗുണ്ടയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ ആ ഗുണ്ടയെ ഇതേപോലെ ഉപ്പണ്ണൻ 45 ദിവസം കഴിഞ്ഞാൽ കൊന്നു കളയുമെന്ന് പറഞ്ഞിരിക്കാത്രേ. മാത്രമല്ല ആ 45ാമത്തെ ദിവസമാണത്രേ ഇന്ന്. അത് പറഞ്ഞതും അതാ അടുത്ത പഞ്ചായത്തിലെ ഏതോ ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ ഒരു സ്നൈപ്പർ കൊണ്ട് ഷെട്ടിയുടെ മുന്നിലിരിക്കുന്ന ഗുണ്ടയെ ജനല് വഴി വെടിവെച്ചിടുകയാണ് ഉപ്പണ്ണൻ. പിന്നെ ഇതേപോലെ ഷെട്ടി വീണ്ടും ഉപ്പണ്ണനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി വേറൊരു ഗുണ്ടയുടെ അടുത്തേക്ക് പോവുകയാണ്. ആൻഡ് അതറിഞ്ഞതും അതാ അങ്ങോട്ടേക്ക് ഉപ്പണ്ണൻ മൂപ്പരുടെ തോക്കുള്ള ബൈക്കും കൊണ്ടുവന്ന് വൻ വെടിവെപ്പ് നടത്തും. എന്താടോ ഇതൊക്കെ? ഇതൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കണ്ടവരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്. OTT കാണുന്ന വെച്ചാൽ പിന്നെയും ഓക്കെ. സോ ഇങ്ങനെയുള്ള പടങ്ങളുടെ ഒക്കെ OTT അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ഒരു വാട്സ്ആപ്പ് ചാനൽ ഉണ്ട്, OTT അപ്ഡേറ്റ്സ്. അതൊന്ന് ജോയിൻ ചെയ്ത് വെച്ചാൽ അപ്പപ്പ ഇറങ്ങുന്ന OTT അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അപ്പപ്പ കിട്ടും. സോ ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്താൽ ഉപകാരപ്പെടും.
സോ ഗൈസ്, ഇതും കൂടി ആയതോടുകൂടി ഇനി തന്നെ ഒരുത്തനും രക്ഷിക്കാനാവില്ല എന്ന് പറഞ്ഞ് ആകെ കരഞ്ഞ് ഷെട്ടി അവന്റെ അമ്മയുടെ അടുത്ത് കാര്യം പറയും. അത് കേട്ടതും അവന്റെ അമ്മ എന്തോ മോട്ടിവേഷൻ കയറി തിരിയും കയറി വിളക്കും വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് പറയുകയാണ്, നിന്നെ രക്ഷിക്കാൻ ഗോഡ് ഓഫ് മാസ് അവതരിക്കുമെന്ന്. യെസ് ഗൈസ്, ദി ഗോഡ് ഓഫ് മാസ് ശിവണ്ണ ഇൻട്രോ. ഇനി ഗോഡ് ഓഫ് മാസ് ശിവണ്ണനെ പറ്റി പറയുകയാണെങ്കിൽ മൂപ്പരി നാട് വിറപ്പിച്ചിരുന്ന ഒരു ഫാമിലി ഫ്രണ്ട്ലി ഡോൺ ആണ്. ഓരോ നാട്ടിലെയും കുടുംബ പ്രശ്നം പരിഹരിക്കലാണ് ഇങ്ങനെയുടെ പ്രധാന ജോലി. കുടുംബ പ്രശ്നം പരിഹരിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഒരു ഭാര്യ അവരുടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോവാൻ നിൽക്കാന്ന് വിചാരിച്ചാൽ ശിവണ്ണ അപ്പൊ തന്നെ അവിടെ വന്ന് ഒരു ചെടിച്ചട്ടി വെച്ച് അവരുടെ ഭർത്താവിനെ നടു തല്ലി വീഴ്ത്തി ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം വീണ്ടും മൂട്ടി ഉറപ്പിക്കും. എന്നിട്ട് ആ നടുവെട്ടി കിടക്കുന്നവനോട് ഒരു വൻ ഉപദേശവും, ഇനി കുറെ കാലത്തേക്ക് വടംവലി പോയിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ പോലും പറ്റുകയില്ല. ഒരു ഹോൺ അടിക്കാനെങ്കിലും പറ്റിയോ വൈദ്യുതി? അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം നമ്മുടെ ഉപ്പണയുടെ ആൾക്കാര് ഷെട്ടിയെ നടു റോട്ടിലിട്ട് അടിക്കുന്നത്. ആൻഡ് അത് വളരെ യാദൃശ്ചികമായി നമ്മുടെ ഗോഡ് ഓഫ് മാസ് കാണുകയാണ്. മൂപ്പർ അപ്പൊ തന്നെ ഷെട്ടിയെ രക്ഷിച്ച് മറ്റവന്മാരൊക്കെ അവിടുന്ന് അടിച്ചോടിക്കുകയാണ്. ആ സംഭവത്തോടു കൂടി ആരുടെ എന്റെ പിള്ളേരെ തൊട്ടേ എന്ന് ചോദിക്കാൻ ഉപ്പണ്ണ നേരിട്ട് ശിവണ്ണനെ ഷെട്ടിനെ കാണാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് പറയും, ഈ 45 ദിവസത്തെ കണക്കൊക്കെ ഇവിടെ തീരാൻ പോവുകയാണ്, നാളെ ഞാൻ ഇവനെ കൊല്ലും, നീ വേണേൽ വന്ന് രക്ഷിച്ചോ എന്ന് ശിവണ്ണയോട് പറയും. I will kill him. You must save him. So guys, അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ശിവണ്ണയും ഷെഡിയും കൂടി മൂപ്പരുടെ സ്കൂട്ടറിൽ ചുമ്മാ കന്നഡ ദേശത്ത് ഒരു നൈറ്റ് റൈഡിന് ഇറങ്ങിയപ്പോഴതാ ഏതോ ഒരു പാവപ്പെട്ടവന്റെ കഫേന്റെ ഉള്ളിന്ന് ഒരു ടാറ്റ എസ്സി ലോറിയും കൊണ്ട് ഇവന്മാരെ ഇടിച്ചു കൊല്ലാൻ വേണ്ടി ഉപ്പണ്ണ വരുന്നത്. പിന്നീട് അവിടെ 50 കിടക്കാത്ത ചേതക്കും ടാറ്റ എസ്സി ലോറിയും കൂടി ഒരു വൻ ചേസ് നടക്കുകയാണ്. അവന്മാരാ ചേതക്ക് കൊണ്ട് ഏതോ ഒരു ലോറിന്റെ അടി കൂടെ ഒക്കെ പോകും. മാത്രമല്ല ഇമാതിരി ജീവൻ മരണ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോഴതാ ആ ശിവണ്ണ ചേതക്ക് കൊണ്ട് നടുറോട്ടിൽ വീല് ചെയ്തു പോയി നമ്മുടെ ഷെഡിയെ നടുറോട്ടിൽ നടുതല്ലി വീഴ്ത്തുന്നത്. അവന്റെ പിന്നിലാണെങ്കിലോ ഉപ്പണ്ണ ലോറിയും കൊണ്ട് കൊല്ലാനും. ബട്ട് ഗൈസ്, അപ്പോഴേക്കും മിന്നല് പോലെ ശിവണ്ണ വന്ന് ഷെഡിയെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. അങ്ങനെ ഈ സംഭവത്തോട് കൂടി ഉപ്പണ്ണനെ മനസ്സിലാവുകയാണ് ശിവണ്ണെ അടുത്തുള്ളപ്പോൾ ഷെട്ടിയെ തട്ടാൻ പറ്റൂല എന്ന്. അതോടുകൂടി നമ്മുടെ ഉപ്പണ്ണൻ മൊത്തം ടീമിനെയും കൂട്ടി ഷെട്ടിയെ കിഡ്നാപ്പ് ആക്കി കൊല്ലാൻ വേണ്ടി ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് അവിടെ ഇട്ട് ഷെട്ടിയെ തലക്കടിച്ച് കൊല്ലാൻ നിൽക്കുമ്പോഴതാ അവിടേക്കും തന്റെ ചേതക്കും കൊണ്ട് ശിവണ്ണൻ വന്ന് അവനെ രക്ഷിക്കുന്നു. പിന്നീട് ആ മൈതാനത്ത് നടന്നത് ഒരു ബാഹുബലിയെ വെല്ലുന്ന യുദ്ധമാണ്. അതായത് ഉപ്പണ്ണനും തന്റെ 500 പേരടങ്ങുന്ന ഗാങ്ങും കൂടി വലിയൊരു ഡിൽഡോയും പിടിച്ചൊരു സൈഡിൽ നിൽക്കുന്നു. ആൻഡ് ഇപ്പുറത്തെ ശിവണ്ണയും ഷെഡിയുമാണെങ്കിലോ വെറും ഒരു ചേതക്ക് ബൈക്കും കൊണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ ശരിയാവുമെന്ന്. ആ സമയത്താണ് ഒരു വമ്പൻ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ശിവണ്ണയില്ലേ ഭയങ്കര സൂപ്പർ പവർ ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അതായത് നമ്മുടെ മാസ്കോട് ശിവണ്ണ ശിവന്റെ 10 അവതാരത്തിന്റെ ഫാൻസി ഡ്രസ്സും കെട്ടി ആ പറമ്പിൽ അപരാധിക്കാൻ പോവുകയാണ്. എന്നിട്ട് അവരൊക്കെ കൂടി ആ ചേതക്ക് സ്കൂട്ടറും കൊണ്ട് ഒരു രഥമുണ്ടാക്കി ഉപ്പണ്ണനുമായി യുദ്ധത്തിനിറങ്ങുകയാണ്. ഒരു സൈഡിൽ ആ ഡിൽഡോയും പിടിച്ച് ഉപ്പണ്ണയും തന്റെ 500 പേരും, ഇപ്പുറത്ത് തന്റെ സൂപ്പർ പവേഴ്സും കൊണ്ട് ശിവണ്ണയും. അപ്പൊ നമ്മുടെ ശിവണ്ണയുടെ സൂപ്പർ പവേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ആ ഗുണ്ടകളൊക്കെ ശിവണ്ണ വെള്ളം തളിച്ചു ഓടിക്കും അവിടുന്ന്. പിന്നെ യുദ്ധഭൂമി പിളർത്തി അടിക്കും. പിന്നെ ഗുണ്ടകളുടെ ഒക്കെ മേത്തേക്ക് തീയുണ്ട എടുത്തെറിയും. അത് കഴിഞ്ഞ എയറിൽ നിന്ന് കുടമെടുത്തെറിയൽ. പിന്നെ ആനക്കൊണ്ട, അസാസിൻ ക്രീഡ്, കാളപ്പോര്, എന്തൊക്കെ കാര്യങ്ങളാണ്. ഇനി അതിന്റെ ഇടയിൽ ആ പാവം പിടിച്ച് ഉപ്പണ്ണയാണെങ്കിലോ ഒരു ജീപ്പൊക്കെ എടുത്തു പൊക്കി ഷെട്ടിയെ കൊല്ലാൻ വേണ്ടി അവന്റെ മേത്തേക്ക് വലിച്ചെറിയും. അപ്പതോ ഫാൻസി ഡ്രസ് ശിവണ്ണ വന്ന് ആ ജീപ്പ് പിടിച്ച് 2 കഷ്ണമാക്കി കളയും. അവസാനം അർദ്ധനാരീശ്വരനാണെന്നും പറഞ്ഞ് ഒരു പെൺവേഷവും കെട്ടി വന്ന് ശിവണ്ണ എന്തൊക്കെയോ കാണിക്കും. അങ്ങനെ നമ്മുടെ ശിവണ്ണ ഇത്രയൊക്കെ അപരാധങ്ങൾ കാണിച്ചിട്ടും അവസാനം ആ ഉപ്പണ്ണ ഒരു കമ്പി കഷ്ണവും എടുത്ത് തലക്കടിച്ച് ഷെഡിയെ വീഴ്ത്തുകയാണ്. പക്ഷെ ആരും പേടിക്കേണ്ട ഗൈസ്, തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ ഷെഡി ഉയർത്തെഴുന്നേൽക്കും. എന്നിട്ട് വെള്ളം ഇട്ട് അവിടെ നിൽക്കുന്ന ശിവണ്ണയോട് പറയും, അണ്ണാ നോക്ക് ഞാൻ ചത്തിട്ടില്ല എന്ന്. ആ സമയത്താണ് നമ്മുടെ ശിവണ്ണ ആ വമ്പൻ ട്വിസ്റ്റ് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ, എടാ മണ്ട, നീ ആദ്യം ഒരു സ്വപ്നം കണ്ടില്ലേ, അപ്പോഴേ നീ തട്ടിപ്പോയിട്ടുണ്ടെന്ന്. ആൻഡ് അതിനുശേഷം നീ ഇത്ര നേരം കണ്ടത് മൊത്തം ഒരു സിനിമയാണെന്ന്. മനസ്സിലായ എന്തേലും
അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ശിവണ്ണ ദൈവവും ഉപ്പണ്ണൻ കാലനുമാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ആ ആക്സിഡന്റിൽ മരിച്ച ഷെഡിക്ക് അവന്റെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവനെ തന്നെ വെച്ചെടുത്തൊരു സിനിമയാണ് അത്രേ നമ്മളിപ്പോ കണ്ടത്. ഇനി ആ സിനിമയിൽ ഇവൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ആ ബൈക്ക് ഓടിക്കുമ്പോൾ അവൻ ഹെൽമെറ്റ് വെച്ചില്ല, ഫോൺ ഉപയോഗിച്ചു, ആ നായിനിടിച്ചിട്ട് വണ്ടി ഒന്ന് നിർത്തുക പോലും ചെയ്തില്ല അത്രേ. மிஸ்டேக் நம்பர் 1. டேய் ஹெல்மெட் எடுத்துட்டு போடா. வேண்டாம்மா. மொபைல் போன் எதுக்கு இருக்கு? அந்த நாயை இடிச்சிட்டு നിക്കാമ പോയിട്ടേ. സോ ഇവൻ ചെയ്ത ഈ തെറ്റുകൾക്ക് ദൈവവും കാലനും കൂടി ഇവന് കൊടുത്തൊരു ശിക്ഷയാണ് ഈ സിനിമ ഇരുത്തി കാണിക്കൽ. പക്ഷെ നിങ്ങൾക്ക് ഇത് അവനെ കാണിച്ച പോരെ, ഞങ്ങൾ എന്തിനാ കാണിക്കുന്നത്? അങ്ങനെ അവസാനം ഈ ശിക്ഷയൊക്കെ കഴിഞ്ഞതും ഇവര് 3 പേരും കൂടി ഒരു ഡാൻസ് കളിക്കാൻ അങ്ങ് പോകും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBFI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, 5 ഒരാൾ, അർജുനൻ, ബലറാം, ബസ്താരത, ലൈ ലെവലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻട്രി കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.